വികസിത കേരളത്തിനായി പ്രയത്നിക്കുമെന്ന് നിയുക്ത രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. ഡൽഹിയിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി മലയാളികളുടെയും BJP പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണമാണ് നിയുക്ത MPക്ക് നൽകിയത്. മഹത്വപൂർണമായ ഒരു ദൗത്യവുമായാണ് ദില്ലിയിൽ വന്നിരിക്കുന്നത്. ലോകാരാധ്യനായ നരേന്ദ്രമോദിജി നേരിട്ട് വിളിച്ചേൽപ്പിച്ച ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. വികസിത ഭാരതം എന്ന സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന തരത്തിലുള്ള കർമ്മ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ആ പദ്ധതികളുടെ നിർവഹണ ചുമതലയാണ് വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ട്. അത്തരം കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് മനസ്സിലാക്കി നമ്മുടെ കേരളത്തിന് ഗുണകരമാകുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ നേതൃത്വം, ദേശീയ സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വാത്സല്യവും കരുതലുമാണ് മോദിജിയുടെ ഈ സമീപനത്തിലൂടെ വ്യക്തമാവുന്നത്. അത് 100% നമ്മുടെ ശിരസ്സോടെ ഏറ്റെടുത്തുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നാണ് പറയാനുള്ളത്. വികസിത ഭാരതം സാധ്യമാകുന്ന തരത്തിൽ വികസിത കേരളം എന്നത് കൂടി ഞങ്ങളുടെ അജണ്ടയാണ്. ആ അജണ്ടയുടെ നിർവഹണമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ വലിയ ഊഷ്മള സ്വീകരണമാണ് ഡൽഹിയിൽ സദാനന്ദ മാസ്റ്റർക്ക് ലഭിച്ചത്. വിവരങ്ങൾ. ഡൽഹി മലയാളികൾ ഈ പ്രഖ്യാപനമുണ്ടായതിന് ശേഷം വളരെ ആകാംക്ഷയോടെയായിരുന്നു ഈ വരവിന് വേണ്ടി കാത്തിരുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി ഡൽഹി വിമാനത്താവളത്തിൽ സി സദാനന്ദൻ മാസ്റ്റർ എത്തി. ഊഷ്മളമായ സ്വീകരണം, ആവേശോജ്വല സ്വീകരണം ഡൽഹി മലയാളികളും BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ഡൽഹി JNU യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളും ചേർന്ന് നൽകി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടി ഒരുക്കിയത്. അദ്ദേഹം വിമാനത്താവളത്തിലെത്തി പൊന്നാടയണിയിച്ച് നിയുക്ത രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്ററെ സ്വീകരിച്ചു. അതിനുശേഷം അല്പസമയം പ്രവർത്തകരോട് സദാനന്ദൻ മാസ്റ്റർ സംസാരിച്ചു. തുടർന്ന് മാധ്യമങ്ങളോടും അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പങ്കുവച്ചു. വികസിത കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് താൻ ഡൽഹിയിലേക്ക് വന്നതെന്നും പ്രധാനമന്ത്രി നേരിട്ടാണ് തന്നെ ചുമതലയേൽപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങളോടും വിമർശനങ്ങളോടും പ്രതികരിക്കാനില്ല എന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇന്നും നാളെയുമായി അദ്ദേഹം ഡൽഹിയിൽ കേരള ഹൗസിലാണ് ഉണ്ടാവുക. 21-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കും. അതിനുശേഷം സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇനി ഉയർന്നു കേൾക്കാം. ഓക്കെ, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.